സോ നമുക്കിന്ന് ഇംപറേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് എഴുതിയിരിക്കുന്നത്. ടു ഉപയോഗിച്ചിട്ട് പോസിറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നോട്ട് ടു ഉപയോഗിച്ച് നെഗറ്റീവ് സെൻറ്റൻസസിനെയും. ഏറ്റവും അറ്റത്ത് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഐ ആം ടേക്കിംഗ് യു ടു എ ബ്യൂട്ടിഫുൾ വില്ലേജ് സ്പേസ് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് എ വില്ലേജ്. എൻജോയ് ദ നേച്ചേഴ്സ് ബ്യൂട്ടി. Be with nature. Live life happily in the serene rural space. സോ ഇതിൽ ദിസ് ഇസ് എ വില്ലേജ് എന്ന് പറയുന്നുണ്ട്. അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ ഒന്ന് ആലോചിക്കുക കേട്ടോ. എൻജോയ് ദ നേച്ചേഴ്സ് ബ്യൂട്ടി ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ? ബി വിത്ത് നേച്ചർ ഇംപറേറ്റീവ് ആണോ? ലിവ് ലൈഫ് ഹാപ്പിലി ഇൻ ദ സെറീൻ റൂറൽ ലൈഫ് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ? എങ്ങനെയാണ് കണ്ടെത്തുക? ഹൗ വിൽ യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? എങ്ങനെയാണ്? ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലൂ തന്നിരുന്നു. ബിഗിനിങ്ങിലായിരിക്കും എന്ത്? വേർബ്. ഓക്കെ, ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. ബിഗിനിങ് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയായിരിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് കാണുന്ന വേർഡ്സ് ദിസ് ഉണ്ട്, എൻജോയ് ഉണ്ട്, ബി ഉണ്ട്, ലിവ് ഉണ്ട്. ഇതിൽ ദിസ് എന്നുള്ളത് ഡൗട്ടുണ്ടോ? വെർബാണോ? തീർച്ചയായിട്ടും അത് വെർബല്ല. ബാക്കി എല്ലാ സെൻറ്റൻസിലും എൻജോയ്, ബി, ലിവ് അതെല്ലാം വെർബ്സാണ്. അപ്പോൾ ആ 3 സെൻറ്റൻസ് താഴെയുള്ളതാണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. മറ്റേത് ദിസ് ഈസ് എ വില്ലേജ്, ദാറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ബാക്കിയെല്ലാം അഡ്വൈസസ് എന്നുള്ള കാറ്റഗറി അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. വേർബിലാണ് ബിഗിൻ ചെയ്യുന്നത്. സോ അതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നോട്ട് എന്നുള്ള വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ് കേട്ടോ. സോ പോസിറ്റീവ് സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ എന്ത് വേണം? ടു വെച്ചിട്ട് ലിങ്ക് ചെയ്യണം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇംപറേറ്റീവ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഡയറക്റ്റ് സ്പീച്ചിൽ ഇടുമ്പോൾ നമുക്കറിയാം, സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മളത് ക്വട്ടേഷൻ മാർക്സിൽ ഇൻക്ലൂഡ് ചെയ്യും. എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നുള്ളത് ക്വട്ടേഷൻസിലാണ് കിടക്കുന്നത്. ഡയറക്റ്റ് സ്പീച്ചാണ്. അഞ്ജുവിനോട് പറയുന്നതാണ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. സഞ്ജുവിൻ്റെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ വേറെ ലിങ്കേഴ്സ് ഒന്നുമില്ലാതെ കൊട്ടേഷനകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നു. ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആരോട് പറഞ്ഞു എന്നുള്ള കാര്യം, കറക്റ്റായിട്ടുള്ള പറഞ്ഞ കാര്യം തമ്മിലൊരു കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ പ്രവൃത്തിക്ക് നമ്മളൊരു റിപ്പോർട്ടിംഗ് വേർബ് അഡ്വൈസ്ഡ് എന്ന് കൊടുത്തു. ഓക്കെ, സെഡ് ടു എന്നുള്ളതിന് പകരം അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ടു വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്നു. സഞ്ജു അഡ്വൈസ്ഡ് അഞ്ജു ടു എൻജോയ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഫിനിഷ് ചെയ്തു. ഓൾറൈറ്റ്, ഓർത്ത് വെക്കണം, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് സെൻറ്റൻസ് എഴുതുമ്പോൾ ഒരിക്കലും അതിനകത്ത് കൊട്ടേഷൻ മാർക്സ് ഉണ്ടാവില്ല. കാരണം അത് സ്പീക്കറുടെ വേർഡ്സ് അല്ല. ആ സ്പീക്കറുടെ വേർഡ്സ് വേറൊരാളോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന ആൾ ഇന്ന രീതിയിൽ ഇന്ന ആളോട് പറഞ്ഞു, അത് റിപ്പോർട്ടിംഗ് ആണ്. അതേസമയം ഡയറക്റ്റ് സ്പീച്ചിനകത്ത് നമ്മൾ ക്വട്ടേഷൻസ് ഉപയോഗിക്കും. ആ ആൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത സെറ്റ് ഓഫ് സെൻറ്റൻസ് നോക്കൂ. ദിസ് ഈസ് എ വില്ലേജ് അഗെയിൻ. ഡോണ്ട് ലിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഡോണ്ട് പൊല്യൂട്ട് ദ എയർ ബൈ സ്മോക്കിംഗ്. ഡോണ്ട് ഡിസ്റ്റർബ് ദ ഹാർമണി ഓഫ് നേച്ചർ. എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഡോണ്ട് എന്നുള്ളൊരു വേർഡുണ്ട് ഫസ്റ്റ് സെൻറ്റൻസിൽ ഒഴിച്ച്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് സെൻറ്റൻസ് ദിസ് എ വില്ലേജ് ഇസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് എ അസേർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് നമ്മൾ പറയും. നോർമൽ സെൻറ്റൻസ് ആണ്. അപ്പം ആ സെൻറ്റൻസിൽ നമുക്ക് ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്, ഡോണ്ട് ഒരു ഹെൽപ്പിംഗ് വെർബാണ്. അതോ മെയിൻ വെർബോ നമ്മൾക്ക് ബിഗിനിങ്ങിൽ തന്നെ കാണുന്നില്ല. സോ അതെല്ലാം എന്താണ്? താഴെയുള്ള 3 ഇംപറേറ്റീവ് സെൻറ്റൻസും ഫസ്റ്റ് വൺ ഈസ് എ അസേർട്ടീവ് സെൻറ്റൻസ്. ഇംപറേറ്റീവ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇംപറേറ്റീവ്സിൽ എല്ലാത്തിലും നോട്ട് ഉണ്ട് അല്ലേ? ഡു നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. അപ്പം നോട്ടുള്ള സെൻറ്റൻസുകളെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും, ഇംപറേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം? നോട്ട് ടു ഉപയോഗിച്ചിട്ട് വേണം കണക്ട്. നോട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സഞ്ജു സെഡ് ടു അഞ്ജു ഡോണ്ട് ഡിസ്റ്റർബ് ദ ഹാർമണി ഓഫ് നേച്ചർ. കൊട്ടേഷൻസിനകത്ത് ഇട്ടിരിക്കുകയാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ള കാര്യം. ഓക്കെ, ദെൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ
സഞ്ജു അഡ്വൈസ്ഡ് അഞ്ജു നോട്ട് ടു. ഡോണ്ട് എന്നുള്ള ആ ഐഡിയ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ സമയത്ത് നോട്ട് ടു ആണ് ഉപയോഗിക്കേണ്ടത്, ടു അല്ല. ഓക്കെ, സോ നോട്ട് ടു ഡിസ്റ്റർബ് ദ ഹാർമണി ഓഫ് നേച്ചർ. കൊട്ടേഷൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു, കോമ സെപ്പറേഷൻസ് റിമൂവ് ചെയ്തു. പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു എന്നുള്ളതിന് പകരം നമ്മൾ അഡ്വൈസ്ഡ് എന്നുള്ള ഒരു റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചു. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എൻഡ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഇമ്പെറേറ്റീവ്സ് എന്നുള്ളതിന് കണ്ടു കഴിഞ്ഞു. ഓൾ റൈറ്റ്, താങ്ക് യു.